ഹായ് ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് പപ്പായ കൊണ്ടൊരു പിക്കിളാണ്. അതിനായിട്ട് ഒരു ചെറിയ പപ്പായ എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം പീല് ചെയ്ത ശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് വലുതുമല്ല, അന്ന് തീരെ ചെറുതുമല്ലാത്ത രീതിയിലുള്ള പീസസ് ആയിട്ടാണ് ഞാനിവിടെ പപ്പായ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പപ്പായ എല്ലാം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പപ്പായ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും എല്ലാം അത്യാവശ്യം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ചൂടായ ചട്ടിയിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കടുക്, ഉലുവ, ചെറിയ ജീരകം എന്നിവയിട്ട് പൊട്ടിയ ശേഷം ഇതിലേക്ക് നേരത്തെ കട്ടാക്കി വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയ ശേഷം ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കും. കറിവേപ്പില ഇപ്പോഴേ ചേർക്കുകയാണ്, കാരണം കുറച്ചൊന്ന് കറിവേപ്പില ഒന്ന് ഡ്രൈ ആവട്ടെ, അല്ലെങ്കിൽ അച്ചാർ ചിലപ്പം ചീത്തയാവുമല്ലോ. അതിൻ്റെ കൂടെ കായവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നേരത്തെ നുറുക്കി വെച്ചിരുന്ന പപ്പായയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കാം. ഞാനിവിടെ ചൂടുവെള്ളം ഒഴിക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് വെന്തു പോയാൽ ഉടഞ്ഞു പോവും. അതത്ര നല്ലതല്ല അച്ചാറിന്. നമുക്ക് എടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതാ ഒന്ന് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതാ ടേസ്റ്റിയായ പപ്പായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ നന്നായിട്ട് ഇതിലേക്ക് പുളി പിടിക്കുകയും ശരിക്കും സാധാരണ മാങ്ങ അച്ചാറിനെയൊക്കെ പോലെ തന്നെ നല്ലൊരു ടേസ്റ്റായിട്ടുള്ള അച്ചാറാണ് പപ്പായ അച്ചാറും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.